ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ടാക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ദേ ഇന്ന് മോള് കോളേജിൽ പോണത് ഓട്ടോയിലാണ്. രാവിലെ സൈക്കിളിൽ പോകാനായിട്ടേ പൊടിയടിക്കും. അപ്പം കണ്ണുവേദന കുറവുണ്ട്, എന്നാലും ലാപ്പും കൊണ്ടുപോകേണ്ടത് കാരണം സൈക്കിൾ ചവിട്ടി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോ വിളിച്ച് വിട്ടു. അപ്പോൾ ഒരു 3:30 വിളിക്കാൻ പോകാനും ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ ജോലിയിലേക്ക് കടന്നത്. അപ്പോൾ മോൾക്ക് ഇന്ന് രാവിലത്തെ തന്നെ കൊടുത്തു വിട്ടതേ അപ്പവും കടലയായിരുന്നു. അരി ഇടാനായിട്ട് കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. പിന്നെ അരച്ചൂട്ട് കറിയെന്ന് വെച്ചാൽ ചെറിയ ചെമ്മീൻ ഇന്നലെ കിട്ടിയതായിരുന്നു, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ട് മാങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് അരച്ചു കൂടി പച്ചയ്ക്ക് തന്നെ തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. എപ്പോഴും വറുത്തരച്ച കറിയും ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈ ചെയ്യുക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് അരച്ചുകൂട്ട് കറി മതി എന്നാണ് അനു പറയുന്നത്. അനുവിനെ അരച്ചുകൂട്ട് കറി കൂട്ടാനൊരു മോഹം. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അനു അപ്പുറത്ത് ക്ലീനിങ്ങിൻ്റെ ഹാളും റൂമൊക്കെ തൂക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പോയ സമയത്താണ് ഞാനിവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി കലത്തിൽ വെള്ളം വെച്ചിട്ട് ആ ചോറ് അതിലേക്കൊന്ന് പകർത്തി ഒരു തിള വന്നതിന് ശേഷം അടച്ചിടണം. അപ്പോൾ ചെമ്മീൻ കറി വയ്ക്കാനായിട്ട് മാങ്ങയും തക്കാളിയൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണേ. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ 2 പൂള് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അനു ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഹാളും റൂമൊക്കെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ നിന്ന് ഇതുപോലെ ആവി കളഞ്ഞ സമയത്താണ് ഒരു പ്രാവശ്യം എനിക്ക് അതിൻ്റെ മുഖത്തേക്ക് അടിച്ച് വീണിട്ട് എനിക്ക് പൊള്ളിയായിരുന്നേ. അന്ന് മുതൽ എനിക്ക് പേടിയാണ് കുക്കറിങ്ങനെ തുറക്കുന്ന സമയത്ത്, ഭയങ്കര പേടിച്ചൊക്കെ തുറക്കുന്നത്. ആ കുക്കർ മാറി കേട്ടോ, അത് കഴിഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചാണിത്. അപ്പോൾ കലത്തിലേക്ക് ഞാൻ പകർത്തി കൊടുക്കുകയാണ്. ഇനി ഒരു തിള വന്നതിന് ശേഷം ഇനി അടച്ചിടുകയുള്ളൂ. സുരേഖരിയാണ്. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് മുഴുവനും ആവി പോകാനായിട്ടിരിക്കത്തില്ല. ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കലത്തിലേക്ക് ആക്കി അടച്ചിടുന്നത്. കറിയൊന്ന് കൂട്ടി വയ്ക്കാൻ വേണേ. ചെമ്മീൻ അതിൻ്റെ കൂടെ തന്നെ അരപ്പൊക്കെ ചേർത്തിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. ചെറിയ ചെമ്മീനാണ്. അപ്പോൾ പച്ചമുളകൊക്കെ പൊളന്ന് അതിലേക്ക് ഇട്ടിട്ട് മാങ്ങയും തക്കാളിയും കറിവേപ്പിലയെല്ലാം കൂട്ടി അരപ്പ് കൂട്ടിയിട്ട് തന്നെയാണ് അടപ്പത്ത് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ വറുത്തരച്ച കറിയും നല്ല ടേസ്റ്റാണ്, എന്നാലും ഇങ്ങനെ അരച്ചു കൂട്ടി കറി വയ്ക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അനു കുളിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റിൽ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ അടുക്കളയിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്, ഒന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ വൈഫാണേ. മോളെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മോള് കോളേജിൽ പോയിരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. വീഡിയോയുടെ ഫസ്റ്റ് കണ്ടല്ലോ മോള് കോളേജിൽ പോകുന്നത്. അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഉരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതും കൂടെ എള്ള് കറിക്ക് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചോറ് കഴിക്കാം. അപ്പോൾ ഇനി അത് റെഡിയാകുന്ന സമയത്തിനുള്ളിൽ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തന്നെ ബ്രെഡും ജാമും ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയി ബ്രെഡ് എടുത്ത് ജാമുമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു വിശപ്പ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഒരുപാട് കഴിക്കണ്ട, എന്നാലും ഒരു വിശപ്പടങ്ങാൻ വേണ്ടിയിട്ട് ഓരോ പീസ് ജാമ തേച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണേ. അപ്പോൾ ബീട്രൂട്ട് അടുപ്പത്തിരിക്കുകയാണേ, അതൊന്ന് മെഴുക്കുവരട്ടി ആക്കിയെടുത്താലേ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിശപ്പ് കിടാനുള്ള ഒരു ഭക്ഷണം അത്രയല്ലേ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും അനുവും കൂടെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവന്നൊക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിക്കുന്നത്. മോൻ ഇന്ന് കൊച്ചിയിലാണേ, മോൻ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോറും കറികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇന്ന് ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ, ചെമ്മിക്കറിയും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും മാത്രമേ ഉള്ളൂ. അത് മതിയല്ല അല്ലേ, ചെമ്മിക്കറി ഉണ്ടെങ്കിൽ പിന്നെ സൈഡ് ഡിഷായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും നമുക്ക് വേണ്ട, ഒരു കറി തന്നെ മതി. എങ്കിലും നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ. ഒരു ചാറുകറി ഉണ്ടെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയോ തോരനോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതോ ഒക്കെ ഉണ്ടാക്കിയെടുക്കും നമ്മളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ, നമ്മൾ വെറും ഒരു സാധാരണക്കാരല്ലേ. അപ്പം നമ്മൾ സാധാരണക്കാരുടെ ആ ഒരു ജീവിത രീതി അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, എനിക്ക് ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ വെള്ളമില്ലായിരുന്നു, നനയ്ക്കാൻ നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഊണ് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പം പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലുള്ള ചെടികളും അപ്പുറേ ഒക്കെ ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണേ. പിന്നെ റോസ വിരിഞ്ഞതിൻ്റെ മൊട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു. അപ്പോൾ ചെടി നനച്ച് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചാമ്പയിൽ ചാമ്പയ്ക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ ദിവസവും നമുക്കൊരു പണിയായിരിക്കും. കഴിഞ്ഞ വർഷത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അന്നും ഇതുപോലെ ഒത്തിരി വീണ് കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ അത് കായൊക്കെ പൂവായി, ഇനിയിപ്പോൾ കായൊക്കെ ഉണ്ടായി, ചെറിയ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ കത്രിക എടുത്തിട്ട് വന്നിട്ട് ആ മൊട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ച്. 2 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ആ മൊട്ടൊക്കെ ഒന്ന് കളയണമെന്ന്. റോസയുടെ മൊട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ പൂ പിടിക്കത്തില്ലല്ലോ, അത് കട്ട് ചെയ്ത് കളയണം, എന്നാലേ അടുത്ത മുള അവിടുന്ന് പൊട്ടി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നേ. ആ തറയിലൊക്കെ കരിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എപ്പോഴും ഇതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ, എപ്പോഴും ചെയ്യണം. കാര്യം വെച്ചാൽ കരികിൽ നമ്മൾ തൂത്ത് അങ്ങോട്ട് കൂട്ടിയിട്ട് പോകുന്ന പുറകെ വീണ്ടും കരികില വീഴും. അപ്പോൾ നമുക്ക് എന്നും ഈ പണികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 3:30 കഴിഞ്ഞ്. അപ്പോൾ മോള് ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോക്കാരന് കാശ് കൊടുക്കണമായിരുന്നു. രാവിലെ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ റോഡിലേക്ക് പോയതാണ്. അപ്പോൾ ദേ ഇവിടെ ചായ അനു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ മോൻ വന്നപ്പോൾ വൈകിട്ട് കഴിക്കാനായിട്ട് കുഴിമന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനു കുഴിമന്തി കഴിക്കാത്തതുകൊണ്ട് അനുവിന് കഴിക്കാനായിട്ട് പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അനു മന്തി കഴിക്കാറില്ല, അതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെ മന്തി വാങ്ങിക്കുമ്പോൾ അനുവിന് മാത്രമായിട്ട് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കാറുണ്ട്. അങ്ങനെ പ്ലേറ്റിലേക്കൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ 3 പേരും ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.